ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലൻറ്റ് പ്ലസ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കറണ്ട് അഫയേഴ്സുമായി വീണ്ടും വന്നിരിക്കുകയാണ്. ദയവായി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഓരോ പോയിന്റും വിലപ്പെട്ടതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കണേ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2023 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? ഡർബൻ. ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലാണ് 2023 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. അടുത്ത ചോദ്യം, 2021-22 സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഹരിത വ്യക്തി പുരസ്കാരം നേടിയത് ആരാണ്? KG രമേശ് പുതിയവിള. അടുത്ത ചോദ്യം, ഹെക്കാഷപ്സ് എന്ന പേരുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മി കണ്ടെത്തിയത് എവിടെയാണ്? ഈജിപ്ത്. സമ്മി എന്നല്ല മമ്മി എന്ന് മാറ്റി വായിക്കാൻ ശ്രമിക്കണേ. അടുത്ത ചോദ്യം, ഹൊയ്സാല കാലഘട്ടത്തിലെ ഹീറോ സ്റ്റോൺ കണ്ടെത്തിയത് എവിടെയാണ്? കർണാടകയിലാണ് ഹൊയ്സാല കാലഘട്ടത്തിലെ ഹീറോ സ്റ്റോൺ കണ്ടെത്തിയത്. അഞ്ചാമത്തെ ചോദ്യം, സംസ്ഥാന ബാലസാഹിത്യ അക്കാദമിയുടെ 2022 കഥ നോവൽ വിഭാഗത്തിനുള്ള ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി അമ്മ മണമുള്ള കനിവുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 6, ഫുട്ബോൾ ചരിത്രത്തിലാദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി ആരാണ്? കാതറീന കാമ്പോസ്. വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി കാതറീന കാമ്പോസ് ആണ്. ഏഴാമത്തെ ചോദ്യം, 2023 പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ. ജർമ്മനിയാണ് 2023 പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ. റണ്ണറപ്പ് ബെൽജിയമാണ്. എട്ടാമത്തെ ചോദ്യം, അമേരിക്കൻ മലയാളി സംഘടനയായ ഫൊക്കാനയുടെ മികച്ച MP-ക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ജോൺ ബ്രിട്ടാസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2022 ICCയുടെ മികച്ച 2020 വനിതാ താരം തഹലിയ മഗ്രാത്ത് ആണ് 2022 ICCയുടെ മികച്ച 2020 വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പത്താമത്തെ ചോദ്യം, 50,000 വർഷങ്ങൾക്ക് ശേഷം ഭൂമിക്കരികിലൂടെ കടന്നുപോയ വാൽ നക്ഷത്രത്തിന്റെ പേരെന്താണ്? 2022 E3. ഇതാണ് വാൽ നക്ഷത്രത്തിന്റെ പേര്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്നത് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യൻ തീര സംരക്ഷണ ദിനം എന്നാണ്? ഫെബ്രുവരി 1 ഇന്ത്യൻ തീര സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. അടുത്ത ചോദ്യം, 2023 ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനി, 2ാം സ്ഥാനം ബെൽജിയം. ഈ ചോദ്യം നേരത്തെ പറഞ്ഞതാണ്. 14ാമത്തെ ചോദ്യം, 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച്. 10ാം ഓസ്ട്രേലിയൻ ഓപ്പൺ അദ്ദേഹം നേടുന്ന 10ാമത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടമാണ് ഇത്. 15ാമത്തെ ചോദ്യം, 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. 5ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത്. 16ാമത്തെ ചോദ്യം, ചെക്ക് റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റ് പീറ്റർ പവൽ. ചെക്ക് റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റാണ് പീറ്റർ പവൽ. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ തീര സംരക്ഷണ ദിനം ഫെബ്രുവരി 1. 22ാമത്തെ ചോദ്യം, ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. 23ാമത്തെ ചോദ്യം, ഇന്ത്യയിലാദ്യമായി മൾട്ടിപ്ലക്സ് നിലവിൽ വന്ന വിമാനത്താവളം ചെന്നൈ വിമാനത്താവളം. ചെന്നൈ വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലാദ്യമായിട്ട് മൾട്ടിപ്ലക്സ് നിലവിൽ വന്നത്. ഒരു ചോദ്യം പറയാൻ വിട്ടുപോയി. ലാഡ്ലി ബഹ്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശിലാണ് ലാഡ്ലി ബഹ്ന പദ്ധതി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, 37ാമത് മുല്ലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ഷീജ വക്കം ആണ് 37ാമത് മുല്ലൂർ സ്മാരക പുരസ്കാരം നേടിയത്. 25ാമത്തെ ചോദ്യം, ഈയിടെ അന്തരിച്ച പ്രശസ്ത തെലുങ്ക് സംവിധായകൻ കെ വിശ്വനാഥാണ് ഈയിടെ അന്തരിച്ച പ്രശസ്ത തെലുങ്ക് സംവിധായകൻ. 26ാമത്തെ ചോദ്യം, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പേരാണ് അശ്വിനി വൈഷ്ണവ്. 27ാമത്തെയും അവസാനത്തെയും ചോദ്യം, വിഷൻ ഫോർ ഓൾ സ്കൂൾ ഐ ഹെൽത്ത് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഗോവ. ഒന്നുകൂടെ പറയാം, വിഷൻ ഫോർ ഓൾ സ്കൂൾ ഐ ഹെൽത്ത് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഗോവ. ഈ ചോദ്യത്തോടുകൂടി
ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. താങ്ക് യു ഓൾ.